അങ്ങനെ വിടില്ല. ആഹാ ഇത് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. അതൊക്കെ പറഞ്ഞു. ഇതാണ് പൂയംകുട്ടിപ്പുഴ. പൂയംകുട്ടിപ്പുഴ ഇടമല ഡാം. ഇതിന് മേളിലാണ്. നോക്കിയോ വീഡിയോ. അത് പൂയംകുട്ടി ഇടമലയാർ പുഴ. അങ്ങോട്ട് തിരിച്ചു വരണം. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പുറത്തെ വഴിയില്ലേ, കുട്ടമ്പുഴ വഴി, ആ വഴിക്ക് അതിൽ പോയിട്ട് അവിടെ ഉണ്ടല്ലേ, അവിടെ നിന്ന് അധികം പോകാൻ പറ്റില്ല. അതിന് വേറെ വഴിയുണ്ടോ പിന്നെ ഇനി പോകണ എങ്ങനെ പറയാം, അത് പറഞ്ഞല്ലോ മലയാറ്റൂര് ഭാഗം. അത് ദൂരം താലൂക്ക് വരെ പോകുന്ന വെള്ളം. ഇവിടെ നിന്ന് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴെ ചെന്ന ഇടത് സൈഡിലേക്ക് ഒരു കനാലുണ്ട് എറണാകുളം ഭാഗത്ത്. പക്ഷെ കുഴപ്പമുണ്ട്, തൃശ്ശൂര് പോകാൻ പറ്റില്ല. ആലപ്പുഴയൊക്കെ ഉണ്ട്. ചാടിപ്പോണ്ടി വരും. ഞങ്ങളിവിടെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഇനി അങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാഞ്ചേരി ചെല്ലുമ്പോൾ ആൾക്കാർ ഇനി അങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫ് വരെ പോകാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് വരും എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ യാത്ര. പിന്നെ ഷട്ടിന്റെ ഇടയിൽ കൂടി പോയി ഇവിടെയൊക്കെ വെള്ളത്തിൽ നല്ല ആളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കായലിലൊക്കെ പോകുന്ന ആളുകൾ ഈ ഉപ്പുവെള്ളമുള്ളതുകൊണ്ടാണ് ആ നീന്തൽ. ഇവിടെ ഈ പുഴയിൽ നമുക്ക് നീന്തി കഴിഞ്ഞാൽ ഇത്ര ഡേമാവും നമ്മൾ നീന്തി അതിനാണ് നമ്മൾ കണക്കുള്ള. പക്ഷെ കായലിൽ അങ്ങനെയല്ലോ, കായലിൽ ഉപ്പുവെള്ളമുള്ളതുകൊണ്ട് നമുക്ക് ദൂരം നീന്താം. അതാണ് ഡാം കണ്ടേ റോഡിൽ നിങ്ങൾ കണ്ടേ കണ്ടേ. ഇത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് കാണണം. അതിനാണ് നിങ്ങളെ കൊടുത്തേക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോ സൈഡില്ല സ്ഥലമാണ്. ഇവിടെയൊക്കെ ആന വന്ന് ചേർന്ന രാത്രി ഇവിടെയൊക്കെ ആന തല്ലി പിടിച്ചിട്ട് ജാതി പറമ്പാണോ? അത് പ്രൈവറ്റ് സ്ഥലമാണ്. ജാതി ഗ്രാമ്പു. ഇത് ഗ്രാമ്പുവാണ്. അപ്പുറം നിൽക്കുന്നത് ജാതി, ഇത് ജാതി. ഇതേ നിൽക്കുന്നത് ഗ്രാമ്പുവാണ് കേട്ടോ. അതിൻ്റെ ഉടമസ്ഥരായ മക്കളായിട്ടൊരു പ്രശ്നമാണ്. ഉടമസ്ഥ മരിച്ചു പോയി. അപ്പോൾ രണ്ട് ചേട്ടന്മാർ തർക്കമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര